എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ഞണ്ട് റോസ്റ്റാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 വലിയ സവാളയും 10 ചെറിയ ഉള്ളിയും അരിഞ്ഞത് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയാണ് ഉപ്പ് കൂടി ചേർത്തത്. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് 3 പച്ചമുളകും 2 തണ്ട് കരിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ 1 കിലോ ഞണ്ടാണ് ഇവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, അത് അതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീരെ ഡ്രൈ ആയി പോകുന്നതെങ്കിൽ ഒരിച്ചിരി വെള്ളം കൂടി ചേർക്കാം, ശകലം. പിന്നെ ഒരിത്തിരി മല്ലിയിലയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇവിടെ ഞണ്ട് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞണ്ട് റോസ്റ്റും കപ്പയും കൂടി നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.